ഇവിടെയാണ് നിങ്ങൾ പറ്റിക്കപ്പെടുന്നത്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മെറ്റീരിയൽസ് വാങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്ക് പറ്റുന്ന പറ്റാണ്. പലപ്പോഴും 4-5 കടയിൽ നിന്ന് കൊട്ടേഷനൊക്കെ എടുക്കും. പക്ഷേ വിലയൊക്കെ പലതും വ്യത്യാസം ഉണ്ടാവും. ലാസ്റ്റ് കുറഞ്ഞ വിലയുള്ള കടയിൽ നിന്ന് സാധനം വാങ്ങും. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയാണ് നിങ്ങൾ പറ്റിക്കപ്പെടുന്നത്. നിങ്ങൾ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്ലംബിംഗ് മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ബില്ല് തയ്യാറാക്കുമ്പോൾ തന്നെ എന്താണ് അതിന്റെ ക്വാളിറ്റി എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഏത് കമ്പനിയാണെന്നുള്ള മെൻഷൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ പൈപ്പ് തന്നെ നമുക്ക് പല ക്വാളിറ്റി ഉണ്ട്. ISIൽ തന്നെ 2-3 ക്വാളിറ്റി ഉണ്ട്. അത് മീഡിയം ഗേജ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഹെവി ഉണ്ട്, അതേപോലെ തന്നെ ഫയർ റിട്ടാർഡന്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ തന്നെ ഇപ്പോൾ നോർമലി ആയിട്ട് ഒരു ഇലക്ട്രീഷ്യൻ എഴുതി കൊടുക്കാറുള്ളത് വെച്ചാൽ 20 mm PVC പൈപ്പ് അല്ലെങ്കിൽ ISI പൈപ്പ് എന്നൊക്കെ എഴുതുള്ളൂ. അപ്പൊ അതിന്റെ ഗേജോ കാര്യങ്ങളോ അതിന്റെ ക്വാളിറ്റി ഒന്നും മെൻഷൻ ചെയ്യാറില്ല. ഇതിന്മേലായിരിക്കും നെക്സ്റ്റ് കളി. ഇങ്ങനെ എല്ലാ മെറ്റീരിയൽസിനും ഇതേപോലത്തെ 2-3 ക്വാളിറ്റികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡുകളും പല ബ്രാൻഡ് അനുസരിച്ച് മാറ്റം വരാം. ഇനി ഇതൊന്നും എഴുതാത്തന്നെ ചെന്ന് കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് ഇട്ടുകൊണ്ടുള്ള പൈപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നാട്ടിൽ. ഇതൊക്കെ ഇലക്ട്രിക്കൽ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. ഇതിനുള്ള ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ മാത്രം നോക്കി നിങ്ങൾ സാധനം വാങ്ങി വീട്ടിലെത്തുമ്പോൾ വലിയ അപകടങ്ങൾ വരാനുള്ള സാധ്യത ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ഏത് കമ്പനിയാണ്. ഇപ്പോൾ വയറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു RR ഫിനോലെക്സിന്റെ ഒക്കെ ഇവരൊക്കെ എല്ലാ കമ്പനിക്കും 3-4 സ്റ്റാൻഡേർഡ് വയറുകളുണ്ട്. അപ്പൊ നിങ്ങൾ RR ഫിനോലെക്സ് ഹാവൽസ് എന്ന് മാത്രം എഴുതിയോണ്ട് കാര്യമില്ല. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോട് എഴുതുക. ഇവിടെയാണ് ഒരു MEP കൺസൾട്ടന്റിന്റെ പ്രാധാന്യം വരുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ്. നിങ്ങൾ ആ മെറ്റീരിയൽസിന്റെ ഏത് ക്വാളിറ്റിയാണ് വേണ്ടത് എന്നുള്ളത് ആ സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കും. അതായത് ആ വർക്ക് ഇപ്പോൾ വീടാണെങ്കിൽ അതേപോലെ ബിൽഡിംഗ് ആണെങ്കിൽ ഓരോ വർക്കിനും ഏതെല്ലാം സാഹചര്യങ്ങൾക്ക് ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യും. അതിനനുസരിച്ച് പഠനം നടത്തിയിട്ടാണ് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കോട്ട് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറ്റും നിങ്ങൾക്ക് പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 4-5 കടയിൽ പോകുന്ന മുന്നേ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും ഇതിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിക്കാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി നല്ലതാണ്, ആ കമ്പനി നല്ലതാണ്. എല്ലാ കമ്പനിയും നല്ലതാണ്. അത് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ മാറ്റം വരും. അപ്പോൾ ഇനി നിങ്ങൾ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നു.